CPI CPM-ലെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇഷ്യൂ നമുക്കറിയാം. ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ ചൊല്ലി ഇന്ന് പിണറായി വിജയനോട് അതിനെപ്പറ്റി ചോദിച്ചോ പറഞ്ഞു ഇല്ലാത്ത പ്രശ്നത്തിനെ പറ്റി എന്തിനാണ് ചർച്ച എന്ന്. അപ്പോൾ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം CPIക്ക് നൽകില്ല എന്ന് ഒരു പറയാതെ പറഞ്ഞു എന്ന് തന്നെ പറയാതെ പറഞ്ഞു എന്നല്ല, മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഇനി അത് നോക്കിയിരിക്കണ്ട, അത് തരത്തില്ല, അത് എന്തായാലും നിങ്ങൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കില്ല, ഇനി അത് കിട്ടത്തില്ല, അത് വെറുതെ നോക്കിയിരുന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇത് തുടക്കം മുതലേ ഈ CPM തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഇന്നലെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ബിനോയ് വിശ്വത്തിന്റെ വാശിയായിരുന്നല്ലോ. അതായത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾ പിടിച്ചു തന്നെ വാങ്ങിക്കും, ഉപനേതാവ് പദവിയില്ലാതെ വേറൊരു കോംപ്രമൈസിനും ഇല്ല, CPM-നെതിരെ പരോക്ഷമായോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലെല്ലാം വിമർശനം ഉന്നയിക്കുന്നു. വാർത്തകളിലെല്ലാം മെയിനായിട്ട് ഇടം പിടിച്ചു കൊണ്ടിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു ഇത്. ഇന്ന് അത് ആ ഒരു വെടിനിർത്തൽ കരാറായിരുന്നു ശരിക്കും. ആ ഒരു ബിനോയ് വിശ്വത്തിന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് പിണറായി വിജയൻ മേളിലേക്ക് വെടിവെക്കുന്നു. ആ ഒരു വിഷയത്തിൽ ഇനി ഒരു ടോക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനമാകുന്നു. ഇപ്പോൾ വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്, ഈ ഒരു ഉപനേതാവ് സ്ഥാനം നിങ്ങൾക്ക് കിട്ടില്ല, ആ ഒരു കട്ടിൽ നോക്കി പനിക്കാൻ കിടക്കണ്ട. അത് വ്യക്തമായി തന്നെ തുറന്നു പറഞ്ഞിരിക്കും. ഇത് തന്നെയാണ് മുമ്പ് TP രാമകൃഷ്ണനുമായി കഴിഞ്ഞ ദിവസം ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നല്ലോ. ആ സമയത്തും ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഈ CPIക്ക് ഒരു കാരണവശാലും കിട്ടില്ല, അത് നോക്കിയിരിക്കേണ്ട, മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വേണമെങ്കിൽ പരിഗണിക്കാം എന്ന ഒരു നിലപാടാണ് ഇപ്പോഴും CPM പറയുന്നത്. ഇത് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ LDF എന്നുള്ള മുന്നണിയിൽ CPM-ന്റെ ആ ഒരു സൂപ്രമസി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഭരണമില്ലാത്തപ്പോഴും CPM തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഒറ്റക്കക്ഷി പാർട്ടിയായി തുറന്നാലും ഈ ഒരു LDF മുന്നണി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം എന്നെല്ലാമാണ് വരച്ച് വെക്കുന്നത് ഇതിലൂടെ. ഇപ്പം ഇതില് പിണറായി വിജയൻ മറ്റൊരു പറയുന്നത് CPM ഒറ്റക്കെട്ടാണ്, അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതൊക്കെ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നതാണ് എന്ന്. പക്ഷെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചൊന്നും അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. CPI വേണം, ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം ചോദിച്ചു എന്ന് എനിക്കൊന്ന് പിണറായി വിജയനാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ നൽകാൻ താല്പര്യമില്ലാത്തതെന്ന് തോന്നുന്നു. അതോ CPM എന്നുള്ള ഒരു പാർട്ടിക്കാണോ? ശരിക്കും CPIM പ്രതിപക്ഷ നേതാവ് ഉപപ്രതിപക്ഷ നേതാവ് CPI എന്ന് നൽകുന്നതിൽ ഇവിടെ തെറ്റും കാണുന്നില്ല. ഇത് വലിയ പദവിയുമല്ല, എന്നിരുന്നിട്ട് പോലും ആർക്കും അത് നൽകാൻ, ആ ഒരു ചെറിയ പദവി പോലും CPIക്ക് നൽകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഇനി വരും കാലങ്ങൾ അല്ലെങ്കിൽ ഇനി ഒരു ഏതെങ്കിലും ഒരു കാലത്ത് ഭരണം ലഭിച്ചാൽ ഇവർ ആവശ്യപ്പെടുന്ന സ്ഥാനങ്ങൾ ഇവർക്ക് നൽകേണ്ടി വരും എന്നുള്ള ഒരു മുൻകൂട്ടി ചിന്ത കണ്ടുകൊണ്ടാണ് ഇപ്പോഴേ ആ ഒരു ആഗ്രഹം മുളയിലെ നുള്ളിയത്. പിന്നെ ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയാസിനെ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ ഈ ഒരു സഹാക്കന്മാർക്കുള്ളതാണ്. അതായത് മീഡിയ എന്തെങ്കിലും പൊതുജനങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ മീഡിയാസിന്റെ മുന്നിലോ എന്ന് പറഞ്ഞ് അവസാനം തെയ്യുന്ന ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളാണ് അല്ലെങ്കിൽ മീഡിയകളാണ് ഇതെല്ലാം വളച്ചൊടിച്ചത്. അല്ലാതെ നിയമസഭ കൂടിയതിനു ശേഷം ഒന്നിച്ചൊരു പാർലമെന്ററി യോഗം വിളിക്കാത്തതല്ല ഈ ഒരു മാധ്യമങ്ങളുടെ കുറ്റമാണോ എന്ന് ബിനോയ് വിശ്വത്തിനോട് ചോദിച്ചാൽ അത് ഒരു പക്ഷെ അദ്ദേഹം പറയും, ആ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ, ഞങ്ങളത് വിളിച്ചേനെ, പക്ഷെ കുറച്ച് തർക്കങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒക്കെ വന്നതെന്ന് പറഞ്ഞ് വളച്ചൊടിച്ച് അത് വിഷയം മാറ്റിവിട്ടേനെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മാധ്യമങ്ങളിൽ നിന്ന് ഈ പ്രതിപക്ഷ ഉപനേത സ്ഥാനത്ത് നിന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ ആ ഒരു മാധ്യമങ്ങൾക്കിടയിൽ നിന്ന് ഒളിച്ചോടുന്ന പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇതെല്ലാം ശരിക്കും ഈ ഒരു CPI എന്ന രാഷ്ട്രീയ പാർട്ടി, CPI എന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അണികൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഏറ്റവും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരുന്നു ശരിക്കും. എല്ലാവരും ഒരു സാധാരണക്കാരനായ ഒരു CPI-കാരൻ എന്ന ഏറ്റവും നാണം കെട്ട ദിവസം കൂടിയാണ്. LDF എന്ന മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI-യോട് CPM പറയുകയാണ്, നിങ്ങൾ ചർച്ചയൊന്നും വെക്കണ്ട, നിങ്ങൾ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് ആ സീറ്റ് തരില്ല എന്ന് വെട്ടി തുറന്നു പറഞ്ഞതിലൂടെ ഒരു CPI-കാരൻ്റെ ഒരു ആത്മാഭിമാനം കൂടിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഇത്രകാലം ഒരു പാർട്ടിയിൽ അടിയുറച്ച് നിന്നിട്ടും ആ ഒരു പാർട്ടിക്ക് പുല്ലുവേല പോലും കൊടുക്കാതെ ഒരു സഹപാർട്ടിയെ അപമാനിക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് ശരിക്കും സഹിക്കാൻ പറ്റുന്നത്? ഈ ഒരു അപമാന ബോധം ബിനോയ് വിശ്വത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരാജയം. അതുപോലെ നമുക്കറിയാം VS-ന്റെ സ്മാരകം പണിയുന്നതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, CPI-CPM ഇഷ്യൂ. അപ്പം അതിലിപ്പോൾ ഒരു ഇത് വന്നത് CPI-യിലെ ഒരു നേതാവിൻ്റെയും വെക്കാം, CPM-ന്റെ VS-ന്റെയും വെക്കാവുന്നു. ഈ ഒരു അജണ്ട അവർ സമ്മതിച്ച് നൽകി. CPI-യുടെ വാശി CPM സമ്മതിച്ചു. പക്ഷേ ഈ ഉപപ്രതിപക്ഷ നേതാവ് സ്ഥാനം നൽകാൻ മാത്രം എന്താണ് ഈ വിസമ്മതം? അല്ലെങ്കിൽ ഈ അജണ്ട മാത്രം സമ്മതിച്ചാൽ എല്ലാം സമ്മതിക്കേണ്ടി വരും എന്നുള്ള പേടിയാണോ? അതോ അവരുടെ എന്തെങ്കിലും തെറ്റുകൾ CPI ചൂണ്ടിക്കാണിക്കുമോ എന്നുള്ള ഈ സ്ഥാനം നൽകിയ
ചൂണ്ടിക്കാണിക്കുന്നുള്ള ഒരു ഭയമായിരിക്കും ഇവർക്ക് ഇത് കൂടുതൽ നൽകാൻ തിരിക്കുന്നത്. എന്ത് ചൂണ്ടിക്കാണിക്കലാണ്? CPM ചെയ്തതിനെല്ലാം എന്തെങ്കിലും ഒരു മയപ്പെടുത്തിയ രീതിയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് CPI ഇതുവരെ നടത്തിയിട്ടുള്ളത്. ശരിക്കും ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വം വന്നതോടെ ഈ CPI എന്നുള്ള ഒരു ചുവപ്പ് പാർട്ടി അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവേശം കെട്ടടങ്ങി തീരെ ഇല്ലാത്തൊരു മരവിച്ച ഒരവസ്ഥയിലാണ്. ഇപ്പോൾ അത് തന്നെ കൂടുതൽ അണികളിലേക്കും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് സഹപാർട്ടിക്കായി ചെയ്തു കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിലുള്ള ഔദാര്യം പോലെയാണ് ആ ഒരു വലിയ ചുടുകാട്ടിന്റെ അടുത്ത ഒരു CPI നേതാവിന് ഒരു സ്മാരകം സ്മാരകം പണിയട്ടെ എന്ന രീതിയിലുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. അതും അവരുടെ ഏകദേശം എന്താ പറയുക, ഒരു ഔദാര്യം പോലെയാണ് അവർ ആ ഒരു സ്മാരകം പണിയട്ടെ അല്ലെങ്കിൽ നിർമ്മിക്കട്ടെ എന്ന രീതിയിൽ അവർ സമ്മതിച്ചത് തന്നെ. അല്ലാതെ ഇത് ഇന്ന ആൾക്കാർക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു അവകാശം നിലനിൽക്കുന്നതുകൊണ്ടല്ല, ജസ്റ്റ് ഒരു ഔദാര്യം. അത് എക്കാലത്തും CPMന് CPIയോടുള്ള ഈ ഒരു എന്താ പറയുക, ഒരു സുപ്രീമസി ഉണ്ടല്ലോ, ഒരു സുപ്പീരിയറിറ്റി കോംപ്ലക്സോ അല്ലെങ്കിൽ ഒരു മേധാവിത്വം ആ ഒരു മേധാവിത്വം അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ ആ ഒരു വാക്ക്. ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ ഇതാണ്. അതായത് ഈ ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ അവസാനിക്കുന്നില്ല, ഏത് സമയവും CPIയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നൊക്കെയാണ് ബിനോയ് വിശ്വം പറയുന്നത്. പക്ഷേ ആ വാതിൽ അടച്ചു പൂട്ടി കുറ്റിയിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാമല്ലോ, ഈ പിണറായി വിജയൻ അനുവദിക്കാതെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അനുവാദമോ സമ്മതവും ഇല്ലാതെ CPIക്ക് കേരളത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വാർഡിൽ പോലും മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന്. എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് നിൽക്കുന്ന CPI-CPM ഇഷ്യൂന് ഇന്നൊരു കർട്ടൻ വീണിരിക്കുകയാണ്. എന്തായാലും ഈ സ്ഥാനം CPIക്ക് നൽകില്ല എന്ന് ഒറ്റയടിക്ക് പിണറായി വിജയൻ പറഞ്ഞു. ഇനി എന്തായാലും ഇതിന് അങ്ങോട്ടും ഇല്ല, ഇനി ഇങ്ങോട്ടും ഇല്ല. ഇപ്പൊ ഇതിന് ബിനോയ് വിശ്വം എന്തായിരിക്കും മറുപടി പറയുക എന്നായിരിക്കും ഇനി എല്ലാവരും ചിന്തിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല, പറയാനൊന്നുമില്ല. ആ ഒരു CPM എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു അവസാന വാക്കാണ് പിണറായി വിജയൻ. പിണറായി വിജയന്റെ വാക്കിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു പിണറായി വിജയന്റെ വാക്ക് ഒന്നുകൂടി അല്ലെങ്കിൽ അത് പിന്നെ മാറ്റേണ്ടി വരും. അത് മാറ്റാത്തിടത്തോളം കാലം ഇങ്ങനെ CPMന്റെ പുറകെ ഇങ്ങനെ നടന്ന് ഈ ഒരു കാലം അത്രയും നശിപ്പിച്ച് ആ ഒരു പാർട്ടി കുത്തുപാള എടുപ്പിക്കുന്നവരെ നമുക്ക് കണ്ടിരിക്കേണ്ടി വരും.